രാജ്യം മുഴുവനും വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ശ്രീ മോഡിജി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞത്, ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400-ലേറെ സീറ്റുകൾ കിട്ടും എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അദ്ദേഹം ഒരു പൊതുയോഗത്തിലല്ല അത് പ്രസംഗിച്ചത്. അദ്ദേഹം അത് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിലാണ്. പാർലമെന്റ് രേഖയുള്ളതാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ജനങ്ങളോട്, പ്രതിപക്ഷ പാർട്ടികളോട്, എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു 2024 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ 400+ എന്റെ ഗവൺമെന്റ് 3ാം ടേമിലേക്ക് വരും എന്ന ആത്മവിശ്വാസമാണ് ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രകടിപ്പിച്ചത്. അതേ ആത്മവിശ്വാസമാണ് നമുക്കുമുള്ളത്. ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ താമര വിരിയും, നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണമെന്താണ്? ആത്മവിശ്വാസം ഈ രാജ്യത്തിലെ ജനങ്ങളുമായി നമ്മൾ സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസമാണ്. 10 കൊല്ലക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം കേരളത്തിലെ യൂത്ത് പ്രസിഡന്റുമാരുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അതിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ പ്രാവശ്യം ജയിക്കണം. അങ്ങനെ ജയിക്കണമെങ്കിൽ ഓരോ ബൂത്തിലും നമ്മൾ ജയിക്കണം. ഓരോ ബൂത്തിലും ജയിക്കുമ്പോഴാണ് നമ്മൾ കേരളം മുഴുവനും ജയിക്കുന്നത്. അങ്ങനെ ജയിക്കാൻ ആവശ്യമായ ഒരൊറ്റ മൂല്യം അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുക? ജയിക്കണമെങ്കിൽ എല്ലാ വീടുകളിലും പോകണം, എല്ലാ വോട്ടർമാരെയും കാണണം, അവരോട് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയണം. മോഡിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് എന്നവരെ ബോധ്യപ്പെടുത്തണം. ആ ഗ്യാരണ്ടി വീണ്ടും തുടർന്നും ലഭിക്കണമെങ്കിൽ ഈ പ്രാവശ്യം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം, ഈ ഗവൺമെന്റ് വീണ്ടും വരണം. അതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് സഹപ്രവർത്തകരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളും ജയിക്കുന്നത് മോഡിയുടെ ഗ്യാരണ്ടി വീടുകളിലേക്ക് പോയി പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഈ പ്രാവശ്യം നല്ല ആത്മവിശ്വാസത്തോടു കൂടി വീടുകളിൽ പോകാൻ സാധിക്കും. നമുക്കേ അങ്ങനെ പോകാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പ്രതികൂലമായ ഒരു പരാമർശം പോലും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധാരാളം ആളുകളെ നേരിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും നമ്മളെ കൈപിടിച്ച് വോട്ട് ചോദിക്കുമ്പോൾ, നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ആ കണ്ണുകളെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് BJP-യോട് താല്പര്യമുണ്ടാവില്ല, പക്ഷെ അവർക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്. മോഡിയെ കുറിച്ച് പറയുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ മനസ്സിന്റെ ഭാഷയാണ്. ഒരാളെ കണ്ണുകളിലേക്ക് നാം സൂക്ഷിച്ചു നോക്കിയാൽ അയാളുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ കണ്ട എല്ലാ വ്യക്തികളുടെയും കണ്ണുകളിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന തിളക്കമുണ്ടല്ലോ, ആ തിളക്കം സൂചിപ്പിക്കുന്നത് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ മോഡിയുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്രാവശ്യം നമുക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏത് വീട്ടിലും ഈ പ്രാവശ്യം നമുക്ക് കൈവച്ചല്ല, മോഡിയുടെ പേര് പറഞ്ഞ് കൈവച്ചുണ്ടായി. അത് CPM വീടാകട്ടെ, കോൺഗ്രസ് വീടാകട്ടെ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ഭേദമില്ലാതെ, ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഏത് വീട്ടിലേക്കും നമുക്ക് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് കയറിച്ചെല്ലാം. മോഡിയുടെ പേര് പറഞ്ഞാൽ ഏത് വീട്ടിലും നമുക്ക് സ്വീകാര്യതയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ വീടുകളിലേക്ക് പോകണം, അവരോട് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് വീട്ടിലും ആത്മവിശ്വാസത്തോടു കൂടി കയറത്തില്ല. നാം തലമുനിക്കേണ്ടി വരില്ല.
കാരണം നാം പോകുന്ന വീടുകളിൽ ഏത് വീട്ടിൽ പോയാലും അവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രയോജനം ലഭിച്ച ആരെങ്കിലും ഒരാളുണ്ടാകും. ഒന്നുകിൽ ആ വീട്ടിൽ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം 6000 രൂപ കിട്ടിയിട്ടുള്ള ഒരു കർഷകൻ, ഒരു സഹോദരൻ ആ വീട്ടിലുണ്ടാകും. അല്ലെങ്കിൽ മാതൃബന്ധന യോജന പ്രകാരം 6000 രൂപ കിട്ടിയിട്ടുള്ള ഒരു സഹോദരി ആ വീട്ടിലുണ്ടാകും. അല്ലെങ്കിൽ 5 കിലോ സൗജന്യമായി അരി ലഭിച്ച ആരെങ്കിലും അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിച്ച ആരെങ്കിലും ആ വീട്ടിലുണ്ടാകും. അതല്ലെങ്കിൽ സുകന്യ സമൃദ്ധി യോജനയിൽ അംഗത്വമെടുത്തിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ആ വീട്ടിലുണ്ടാകും. അങ്ങനെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി വീടുകളിൽ പോകാം, ജനങ്ങളോട് സംവദിക്കാം, മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയാം. 10 കൊല്ലക്കാലം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ഒരു നെഗറ്റീവ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല വോട്ട് ചോദിക്കുന്നത്. നാം വീടുകളിൽ പോയി പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ്. നാം വീടുകളിൽ പോയി പറയുന്നത് 10 കൊല്ലക്കാലം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾക്ക് കാരണക്കാരൻ ഇവിടുത്തെ MP അല്ല. ആ നേട്ടങ്ങളുടെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. MP ആണ് എങ്കിൽ അതിനു മുമ്പത്തെ 5 കൊല്ലക്കാലം ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവട്ടെ. 2009 മുതൽ 2014 വരെ ഈ മണ്ഡലത്തിൽ ഒരു നേട്ടം ഉണ്ടായില്ലല്ലോ, ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വെളിച്ചമെത്തി തുടങ്ങിയത്, ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനത്തിന്റെ കാറ്റേറ്റ് തുടങ്ങിയത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. അതുകൊണ്ട് അതിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. ഈ പാർലമെന്റ് മെമ്പർമാരൊക്കെ വിചാരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു. കുന്നമംഗലം മണ്ഡലത്തിലാണ് ഞാനുള്ളത്. മാവൂർ കാളിയോറയൻസ് പൂട്ടിക്കിടന്നിട്ട് വർഷമത്രയായി. ആരാണ് പൂട്ടിച്ചത്? മാവൂർ കാളിയോറയൻസ് പൂട്ടിച്ച മഹാനാണ് ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് പിരികയറ്റി അവരെ സമരത്തിലേക്ക് തള്ളിയിട്ട് അവസാനം മുതലാളിമാരുമായി പിൻവാതിലൂടെ കരാറുണ്ടാക്കി കമ്മീഷൻ വാങ്ങി ആ സ്ഥാപനം എന്നേക്കുമായി പൂട്ടിയപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഭാവിയാണ് ഇരുളിലാണ്ട് പോയത്. ആ ഫാക്ടറി പൂട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. എത്ര വർഷമായി പൂട്ടിക്കിടക്കുന്നു? ഏക്കർ കണക്കിന് ഭൂമിയുണ്ടല്ലോ. സർക്കാരിന് വേണമെങ്കിൽ സംയുക്തമായിട്ടുള്ള സംരംഭം തുടങ്ങാമല്ലോ. ആ ഭൂമിയിൽ എന്തെല്ലാം വ്യവസായങ്ങൾ ആരംഭിക്കാം? സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആരംഭിക്കാവുന്ന ഈ കുന്നമംഗലത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമല്ലോ. എന്തേ MP അതിന് തയ്യാറാവാത്തത്? 15 കൊല്ലക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മഹാൻ എപ്പോഴെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഫാക്ടറി ഉണ്ട്, ബിർള പൂട്ടിയ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, ആ ഭൂമി വെറുതെ കിടക്കുകയാണ്, ഈ കാര്യം ഇന്ത്യൻ പാർലമെന്റ് പറഞ്ഞോ? ആ ഭൂമിയിൽ വ്യവസായം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞോ? എന്തെങ്കിലും പറയാതെ പോയത്? ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ ഈ കുന്നമംഗലം മണ്ഡലത്തിലടക്കമുള്ള നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. ഈ മണ്ഡലത്തിലാണ് ചാത്തമംഗലം NIT ഉള്ളത്. ആ NIT-യെ തകർക്കാൻ വേണ്ടിയാണ് ബോധപൂർവമായിട്ടുള്ള ശ്രമം CPM-ഉം കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ്. ഒരു പുതിയ സ്ഥാപനം കൊണ്ടുവരാൻ ഇവർക്കൊന്നും സാധിക്കില്ല. ഉള്ള സ്ഥാപനം പൂട്ടിക്കാരനും എല്ലാവരും വലിയ വീരന്മാരാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇതും നാം ജനങ്ങളോട് പറയണം. ഈ പ്രാവശ്യം നിങ്ങൾക്ക് കുന്നമംഗലത്തെ ഓരോ വീട്ടിലും ധൈര്യപൂർവ്വം പറയാം, മോഡിയുടെ ഗ്യാരണ്ടിയായി നിങ്ങൾക്ക് പറയാം. ഒരവസരം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയാൽ മാവൂർ ഗ്വാളിയോറയൻസുള്ള ഭൂമി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നാം ഏറ്റെടുപ്പിക്കും. ബിർള കമ്പനിയുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സംയുക്ത സംരംഭത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം മാവൂരിൽ നാം കൊണ്ടുവരുമെന്ന് എല്ലാ വീട്ടിലും നിങ്ങൾക്ക് പറയാം. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്.
നമുക്ക് ഈ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കും. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഈ പോസിറ്റീവായിട്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം വീട്ടിലേക്ക് പോകുന്നത്. ഇതിനെ മറികടക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് അവർ എസ്ടിപിയുടെ പിന്നാലെ പോകുന്നത്, അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോകുന്നത്, അവർ കാന്തപുരത്തിന്റെ പിന്നാലെ പോകുന്നത്. ഒരു രാത്രിയും ഒരു പകലുമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കാന്തപുരത്തിന്റെ കൂട്ടുപാതയ്ക്കൽ കാവൽ കിടന്നത്. ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? കാന്തപുരം എന്ന് പറയുന്ന സമുദായ സംഘടനയുടെ നേതാവല്ലേ? ആ സമുദായ സംഘടന നേതാവിനെ കാണാൻ വേണ്ടി ഒരു രാത്രിയും പകലും അവരെ കാവൽ കിടക്കുകയാണ്. ഒരു ഉപ്പും പണിയുമില്ലാതെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥി. ആരെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം പിൻവലിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് MK രാഘവൻ കരാറുണ്ടാക്കി ഈ മണ്ഡലത്തിൽ SDF-യുടെ പിന്തുണ വാങ്ങിയത്. മാറാട്ടെ 8 മത്സ്യത്തൊഴിലാളികളെ വെട്ടിയെറിഞ്ഞവരാണ് SDF-കാർ. ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കിയവരാണ് SDF-കാർ. അവരും മനിതം കുന്തിരകവും വാങ്ങി സൂക്ഷിച്ചോ എന്ന് പരസ്യമായി പറഞ്ഞവരാണ് SDF. ആ SDF-യുമായിട്ടാണ് UDF സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് SDF-യാണ്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർക്ക് നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയെ പ്രതിരോധിക്കുവാൻ മതഭീകരവാദികളുമാണ്. നാം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് മോഡി ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ്, പോപ്പുലർ ഫ്രണ്ടുകാരന് വേണ്ടിയാണ് UDF വോട്ട് ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് LDF വോട്ട് ചോദിക്കുന്നത്. നമുക്കത് ജനങ്ങളോട് പറയാൻ സാധിക്കാം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ മണ്ഡലത്തിന്റെ വികസന പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മോഡി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വോട്ടിലും പോകാൻ സാധിക്കണം, എല്ലാ വോട്ടർമാരെയും കാണാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അന്ന് പ്രധാന പ്രവർത്തകന്മാരുടെ മുമ്പിൽ ഞാൻ ഈ കുന്നമംഗലത്ത് ലഭിക്കേണ്ട വോട്ടിന്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എത്രയാണ്? മറന്നു പോകരുത്. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും ആവർത്തിക്കുന്നു. 70,000 വോട്ട് കുന്നമംഗലം എനിക്ക് തന്നാൽ തിരിച്ചെന്റെ ഗ്യാരണ്ടി, ഞാൻ പാർലമെന്റിൽ പോകും, കുന്നമംഗലത്തിന് വേണ്ടി സംസാരിക്കും, മാവൂർ കോളേജ് സയൻസിന്റെ ഭൂമി ഏറ്റെടുപ്പിക്കും, അവിടെ വ്യവസായം കൊണ്ടുവരും, ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നാം ജോലി കൊടുക്കും. അതുകൊണ്ട് ആ വോട്ട് നിങ്ങൾ എനിക്ക് പിടിച്ചു തരണം. അത് കള്ളത്തരമാണ്, വെള്ളത്തിരണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വലിയ സംഖ്യയൊന്നുമല്ല കുന്നമംഗലം മണ്ഡലത്തിന് സാധിക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ സാധിക്കാവുന്നതാണ്. ഈ പ്രാവശ്യം നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. 4-ാം തീയതി നമുക്ക് ഒരുമിച്ച് ആഹ്ലാദപ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. ഇനിയുള്ള 23 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 23 ദിവസക്കാലവും നിങ്ങൾ കൂടുതലും ഉറക്കത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട മന്ത്രം എന്താണ്? എന്താണ് മന്ത്രം? 23 ദിവസക്കാലം ഇനി നമശിവായ ജപിക്കണ്ട, നാരായണ ജപിക്കണ്ട. ഒരേ ഒരു ജപം, 70,000 70,000 70,000. ഈ ഒരേ ഒരു ജപം. ആ വോട്ട് കുന്നമംഗലം പിടിക്കണം. ആ വോട്ട് പിടിക്കുമ്പോ ഓരോ ബൂത്തിലും പിടിക്കേണ്ട വോട്ടുണ്ട്. അതിന്റെ കണക്കൊക്കെ നേതാക്കന്മാർ ഓരോ ബൂത്തിലും പറയും. എല്ലാവരും കഠിനമായി പരിശ്രമിച്ചാൽ, ഓവർടേം ചെയ്താൽ, ഇതൊരു വെല്ലുവിളിയെ സ്വീകരിച്ചാൽ ഈ പ്രാവശ്യം ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു വീറും വാശിയും നമുക്കുണ്ടായാൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം നമ്മുടെ ഉള്ളം കൈയിൽ ഉണ്ടാകും. താമര വിരിയും. നരേന്ദ്രമോദിക്ക് കൈവക്കാൻ കോഴിക്കോട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.